നമ്മളൊരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് അതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ള ഒരു സിനിമയാണ് ഇനിയോട് ഡ്രീംസ്. അത് നെറ്റ്ഫ്ലിക്സിലാണ് അത് സിനിമ റിലീസ് ആയിട്ടുള്ളത്. ഇതൊരു ആക്ഷൻ അഡ്വഞ്ചർ ആനിമേഷൻ കോമഡി മൂവിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സങ്കീർണമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് തന്നെ ഈ സിനിമ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ സിനിമയിൽ പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് സ്റ്റീവി എന്ന് പറഞ്ഞിട്ടുള്ള പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള ഒരു കുട്ടി. രണ്ടാമത്തെ ആൾ എന്ന് പറയുന്നത് എലിയട്ട്. എലിയട്ട് എന്ന് പറയുന്നത് സ്റ്റീവിയുടെ അനിയനാണ്. അതേപോലെ തന്നെ ഒരല്പം ഉറുമ്പ് കലർന്ന സ്വഭാവമാണ് ഏലിയറ്റിന് ഉള്ളത്. അപ്പം ഇവരുടെ രണ്ടുപേരുടെയും മാതാപിതാക്കൾ എന്ന് പറയുന്നത് ഡൈവേഴ്സിന്റെ വക്കിലെത്തി നിൽക്കുന്ന ആൾക്കാരാണ്. ഇവരുടെ ഡൈവേഴ്സ് തടയാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ തടയാൻ ആഗ്രഹിക്കുന്ന രണ്ടു പേരാണ് ഇവർ. അങ്ങനെ എന്താഗ്രഹവും നടത്തിത്തരാൻ സാധിക്കുന്ന സാൻമാന്റെ ഒരു സ്വപ്ന ലോകത്തേക്ക് ഇവർ എത്തിച്ചേരുകയാണ്. അതായത് ഇവരുടെ മാതാപിതാക്കളുടെ ഡൈവേഴ്സ് തടയണം എന്നുള്ളത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫാമിലി വേണം എന്നുള്ള ഒരു ആഗ്രഹവുമായിട്ടാണ് ഇവർ ആ ഒരു സ്വപ്ന ലോകത്തേക്ക് എത്തിച്ചേരുന്നത്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് ഇവർക്ക് മനസ്സിലാകുന്നത് ഇവർക്കും സ്വപ്നങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവുണ്ട്. അപ്പൊ തുടർന്ന് അങ്ങോട്ടുള്ള കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെയാണ് സിനിമ കൊണ്ടുപോകുന്നത്. ഇപ്പൊ ഈ സിനിമ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നിയത് ഇതാണ്. അതായത് നമുക്ക് ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതൊക്കെ പരിഹരിക്കാൻ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു മാന്ത്രിക വഴിയോ അതല്ലെങ്കിൽ സ്വപ്ന ലോകത്തിലെ എന്ന പോലെ എന്തെങ്കിലും ഒരു ദിവ്യശക്തിയോ നമുക്ക് വേണം എന്നില്ല. മറിച്ച് അതിന്റെ ഒരു യാഥാർത്ഥ്യ ബോധത്തെ ഉൾക്കൊണ്ട് അതിലെന്താണോ ചർച്ച ചെയ്ത് പരിഹാരം അതല്ലെങ്കിൽ എന്താണോ കോംപ്രമൈസ് ആ രീതിയിൽ തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സിനിമയിൽ കുട്ടികളുടെ ഒരു വളർച്ചാഘട്ടത്തിൽ നല്ലത് ഏത് ചീത്ത ഏത് അങ്ങനെ ഒരു തരംതിരിക്കുന്ന ഒരു സിനിമയായിട്ടല്ല ഇത് നമ്മളോട് പറയുന്നത്. മറിച്ച് മാതാപിതാക്കളുടെ ബന്ധങ്ങൾ കുട്ടികളുടെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നുള്ളതും ഈ സിനിമ നമ്മോട് പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള ലൈവ് ആക്ഷൻ സിനിമകളെക്കാളും കൂടുതൽ വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ അതല്ലെങ്കിൽ കുറച്ചുകൂടി കോമൺ സെൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ സിനിമയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഇതിന്റെ സംവിധായകൻ ടോയ് സ്റ്റോറിയുടെ ആ ഒരു പിന്നണി പ്രവർത്തനത്തിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ അങ്ങനത്തെ ഒരു ക്വാളിറ്റി ഈ സിനിമയിൽ കാണാനുണ്ട്. നല്ല രീതിയിലുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. അതേപോലെ തന്നെ കോമഡിയും വർക്കാറുണ്ട്. എന്തായാലും എല്ലാവർക്കും ഇരുന്ന് ഒരുമിച്ചിരുന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, പക്ഷെ നമുക്ക് സ്റ്റിൽ വി ഹാവ് ഈച്ച് അതർ എന്നുള്ളതാണ്. അതാണ് ഈ സിനിമയിൽ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സിനിമ കണ്ടിട്ടുള്ളവരാണ് അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഈ സിനിമയെ കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താവുന്നതാണ്.